Hi friends, welcome to Kettle&Krafts. ഇത് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഒരു നെറ്റിപ്പട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ആ നെറ്റിപ്പട്ടം. നോക്കി എങ്ങനെയുണ്ടോ, കൊള്ളാമോ? ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ റൂൾസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും നെറ്റിപ്പട്ടം മേടിച്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ വൃത്തിയായിട്ട് ചിലതിലേക്ക് അടിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കാം. പിന്നെ ഈ നെറ്റിപ്പട്ടം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചതും കലാഭവനിലെ ശാന്തികൃഷ്ണ ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ ടീച്ചറിനൊരു നിബന്ധന ഉണ്ടായിരുന്നു. നമ്മൾ ദൈവികപരമായ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഒരു ഫാസ്റ്റിംഗ് എടുത്തിട്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമാണ്. ഇറച്ചി മീനൊന്നും കഴിക്കാതെ ചെയ്യണമെന്ന്. അത് നെറ്റിപ്പട്ട ആട്ടെ, കൃഷ്ണൻ്റെയും യേശുവിൻ്റെയും ഒക്കെ നമ്മൾ പിക്ചർ ചെയ്യുവാണെങ്കിലും ടീച്ചർ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 40-40 കൂടുതൽ നെറ്റിപ്പട്ടം ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചെയ്തത് ശരിക്കും ഫാസ്റ്റിംഗ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വേറൊന്നുള്ള നല്ല ഹാപ്പി ആയിട്ടിരുന്ന് നമ്മൾ നല്ല സന്തോഷത്തോടെ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ഒരു നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. രണ്ടാമത് നമ്മൾ സെയിൽ ചെയ്യുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുകയും ചെയ്യുന്നത്. മൂലഗണപതി, ശിവൻ, മുഖം, വിശ്വാമിത്രനും അഷ്ടവസ്തുക്കൾ അല്ലെങ്കിൽ നാഗങ്ങൾ, നവഗ്രഹങ്ങൾ, ത്രിമൂർത്തികൾ, ലക്ഷ്മി, പാർവതി, സരസ്വതി, സപ്തർഷികൾ, നടുക്കുള്ള മുഴുവനും ഭൂതഗണങ്ങളായിട്ട് സങ്കല്പിക്കുന്നു. ഈ തുണി നമ്മൾ കോപ്ലൈൻ്റെ കോട്ടനാണ്. ഇത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇതുപോലെ വെൽവെറ്റിൻ്റെ ഒരു ബോർഡറാണ് അത് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ബോർഡർ ഒട്ടിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ബോർഡർ ഒട്ടിക്കാം. പിന്നെ ഒട്ടിക്കാൻ എടുക്കുന്നത് ഫെവി ബോണ്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇത്രയും ഇതുപോലെ ആക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഇത് റെഡിയായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുവാണല്ലോ. ഇതുപോലെ അടിയിൽ നമുക്കൊരു കട്ട് ചെയ്ത് കാർഡ്ബോർഡ് വേണ്ട. ഓൾറെഡി നമ്മൾ 2-3 ഇതുപോലത്തെ കോട്ടൺ തുണി നമ്മൾ ഇതാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കട്ടിയുള്ള ഏതെങ്കിലും കലണ്ടർ പോലത്തെ വെച്ചാൽ മതി. കാർഡ്ബോർഡ് വെക്കണമെന്നില്ല. കാർഡ്ബോർഡ് വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ടങ്ങ് കട്ടിയായിപ്പോവും. നമുക്ക് സേഫ്റ്റി പിന്നെ ഈ തുണി ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് സേഫ്റ്റി പെൻ ഇതുപോലത്തെ ബീഡ്സാണ് ഞാൻ ആദ്യം ഒട്ടുന്നത്. ആദ്യം നമുക്ക് ഇത് ലൈനാണ് ഒട്ടിക്കേണ്ടത്. ഇതേപോലെ നമുക്ക് ഒട്ടിക്കാം. ഇത് ഫുള്ള് നമുക്ക് ഒരു ഷേപ്പാക്കി എടുക്കാം. ഫസ്റ്റ് ഔട്ട്ലൈൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ചെയ്യുന്ന കൈ ഇനി നമ്മൾ അടുത്തത് അതിൻ്റെ ഒരു ചെറിയതാണ് ഒട്ടിക്കാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു ലൈനായിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പം നമ്മൾ ഈ 2 എണ്ണം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെറിയ ബീഡ്സാണ് ഒട്ടിക്കാൻ പോകുന്നത്. പക്ഷേ ചെറിയ നെറ്റിപ്പട്ടത്തിനായതുകൊണ്ടാണ് ഇത്. വലിയ നെറ്റിപ്പട്ടം വേറെ രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇനി ഒട്ടിക്കുന്നത് നോക്കാം. ഇതേപോലെ തന്നെ നമുക്കിത് ഫുള്ള് നിറയ്ക്കാൻ പോവുകയാണ് ഞാനിത്.
ഞാൻ വേറൊരു മെത്തേഡ് കാണിക്കുവാണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിത് മൂലഗണപതി സെൻറ്ററിൽ വെച്ചിട്ട് റൗണ്ടിൽ നമ്മൾ എല്ലാ ചെറിയ ബേഡ്സും ഒട്ടിച്ചിട്ട് അങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതൊരു വേറൊരു സ്റ്റൈലിൽ നമുക്ക് ഒട്ടിക്കാം. ഇതുപോലെ തന്നെ ഒരു 3-4 ടൈപ്പിൽ നമുക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. റൂൾസ് അനുസരിച്ച് നമ്മളെല്ലാം ഒട്ടിച്ചു. ഇനി നമുക്ക് സൈഡിലെ കമ്പിളി നൂല് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയിട്ട് പറയാം. അപ്പം നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അകത്തുള്ളതെല്ലാം ഒട്ടിച്ചു വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ബോർഡറും എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിലെ കമ്പിളി നൂലും കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഇനി ചില ഒട്ടിക്കേണ്ടവർക്ക് ഒട്ടിക്കാം. പക്ഷേ ഞാൻ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ബോർഡർ കറക്റ്റാക്കണം. സൈഡിലെ കമ്പിളി നൂലെല്ലാം അതിൻ്റെ കളർ അനുസരിച്ച് അതിൻ്റെ നൂലനുസരിച്ചിട്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കുഞ്ചലം ശരിയാക്കണം. അത് ഇതുപോലെ തന്നെ കെട്ടി അതിനൊരു ബോളൊക്കെ ഇട്ട് നല്ല സൈഡിലെല്ലാം ചെറിയ മുത്തൊക്കെ ഒട്ടിച്ചതിന് ശേഷം അതും ശരിയാക്കി വെച്ചു. ഇനി അതും നമുക്ക് തയ്ക്കണം. അങ്ങനെ നമ്മുടെ നെറ്റിപ്പട്ടം റെഡിയായേ. ഇന്നത്തെ ടിപ്പാണ് എന്താ വെച്ചാൽ, ഇത് നോക്കിയാൽ 5 അടിയുടെ ഒരു നെറ്റിപ്പട്ടമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. എനിക്ക് 2 ആഴ്ചയായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആഴ്ച അല്ല 1 മന്ത് ആകുന്നതിനും കുഴപ്പമില്ല. ഇങ്ങനെ തുടയ്ക്കാനും ഒരു കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണി ആയിരിക്കും നല്ലത്. കോട്ടൺ തുണി എടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് തുടയ്ക്കാം. ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. അന്നേരം എല്ലാം പോയിട്ട് ഇവിടുത്തെ എല്ലാം ക്ലിയർ ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലത്തെ എല്ലാം നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് പോകാം. പൊടി തുടച്ച് അപ്പം നമ്മൾ ആദ്യം കോട്ടൺ കൊണ്ട് തുടച്ചല്ലോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ കാണുന്നൊരു സാധനമാണ് നെയിൽ പോളിഷ് റിമൂവർ. ആ റിമൂവറോ അല്ലെങ്കിൽ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള, കണ്ണാടിയുടെ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ക്ലീനറാണ് ഇത് ഉണ്ടെങ്കിലും മതി. ഇത് നമ്മുടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ തുടച്ചു കൊടുക്കാം. അപ്പോൾ ആ പൊടികളെല്ലാം പോയി നല്ല ഗ്ലേസിങ് ആയിട്ട് ഇരിക്കും. ഇത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് കൊടുത്താൽ മതി. ഇളകിയൊന്നും പോകത്തില്ല. അഥവാ ഇളകി പോവുകയാണെങ്കിൽ ഫെവിബോണ്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. ഫെവിബോണ്ട് ഇല്ലാത്തവർ ഫെവിബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഫെവിബോണ്ട് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നല്ല ക്ലീനിങ് ആയില്ലേ. നല്ല പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കൂടുമ്പോൾ നമ്മുടെ തടിക്കടിക്കുന്ന ടച്ച് വുഡ് ഉണ്ടല്ലോ, ആ ടച്ച് വുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കുന്ന പോലെ തന്നെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിഞ്ഞ് എത്രയും കൂടുന്നു അത്രയും ഗ്ലേസിങ് ഇട്ട് നിൽക്കുകയും ചെയ്യും. കളറ് ഫെയ്ഡായി പോത്തുമില്ല. അപ്പോൾ അതെല്ലാവരും ശ്രമിക്കുക. നമുക്ക് വീട്ടിൽ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ പെയിൻറ്റിങ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെറിയ പിക്ചറൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയും കൊണ്ട് തന്നെ നമുക്ക് ഒരു ബ്രഷ് മേടിച്ച് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ മാത്രം മതി. ഒരു കുഴപ്പവും പറ്റും. നല്ല
എന്താ പറയുക നല്ല ഗ്ലേസിംഗ് ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 വർഷമാണ് നമ്മുടെ നെറ്റിപ്പട്ടം കിടക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്. അപ്പോൾ അത് കാരണത്താൽ എല്ലാവരും ഇതേപോലെ തന്നെ നോക്കുക. എൻ്റെ അടുത്തുനിന്ന് മേടിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകളൊന്ന് ഇടണേന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിനാണ് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ക്ലീൻ ചെയ്യുന്നത് എല്ലാവരും നോക്കണം. മേടിച്ചുകൊണ്ട് പോയിട്ട് പൊടിയടിച്ച് കിടക്കല. ഞാൻ പല വീടുകളിലും ചെന്നപ്പം കണ്ടായിരുന്നു പൊടിയടിച്ച് കിടക്കും. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.